നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് തന്നെ വാർഷിക ഫലത്തെക്കുറിച്ച് പറയാനാണ്, പുതുവർഷത്തെക്കുറിച്ച് പറയാനാണ്. പുതുവർഷം എന്ന് പറയുമ്പോൾ ചിങ്ങമാസം വരികയാണ്. ചിങ്ങം തൊട്ട് കർക്കിടകം വരെയാണ് മലയാളികളുടെ പുതുവർഷം. ചിങ്ങമാണ് നമ്മളുടെ പുതുവർഷ ആരംഭം. 1199 ആണ്ട് തീർന്ന് 1200 ആണ്ട് വരികയാണ്. ഇപ്പോൾ പുതുവർഷം, പുതിയ നൂറ്റാണ്ട് ആരംഭിക്കുകയാണ്. അപ്പോൾ ഓരോ രാശിക്കാർക്കും ഈ പുതുവർഷം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അപ്പോൾ ജ്യോതിഷമാസം മേടമാസം തൊട്ടാണ് ആരംഭിക്കുന്നത്. മേടം തൊട്ട് മീനം വരെ. ഇംഗ്ലീഷ് മാസപ്രകാരം ജനുവരി തൊട്ട് ഡിസംബർ വരെ. പക്ഷേ മലയാള മാസപ്രകാരം ചിങ്ങം തൊട്ട് കർക്കിടകം വരെ. അപ്പോൾ ഈ പുതുവർഷം ഓരോ രാശിക്കാർക്കും എങ്ങനെയെന്ന് നോക്കാം. ഇന്ന് നമുക്ക് കർക്കിടക രാശിക്കാരുടെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ: പുണർദ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയവും ആയില്യവും. ഇപ്പോൾ പുണർദത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും ചേർന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശി. ഇപ്പോൾ കർക്കിടകം രാശിക്കാർക്ക് ഈ പുതുവർഷം വളരെ ഭാഗ്യദായകമായ വർഷമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭം വളരെ സന്തോഷപ്രദമായിരിക്കും. പുതുവർഷത്തിൽ കുറേ ശുഭകാര്യങ്ങൾ നടക്കും. ശുഭകാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വിവാഹാദി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ, വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലിയിലിരിക്കുന്നവർക്ക്, പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ, വിദ്യ പൂർത്തീകരിക്കാൻ ആയിട്ട് അല്ലെങ്കിൽ ബ്ലോക്കായിരിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ സാഹചര്യം ഒരുക്കുന്ന ഒരു വർഷം തന്നെയാണ്. സാമ്പത്തികമായിട്ട് ഏറ്റവും നേട്ടം ഉണ്ടാവുന്ന 12 രാശികളിൽ ഏറ്റവും സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്ന രാശിയും കൂടിയാണ് കർക്കിടകൻ രാശി എന്നറിയുക. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും കളയരുത്. ഓരോ കാര്യത്തിന് ഇറങ്ങിക്കൊള്ളണം. അത് വിജയത്തിലേക്ക് കലാശിക്കും. പുതുവർഷത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കായി കിടക്കുന്നതെല്ലാം പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങും. വിദേശത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠനത്തിന് അനുകൂലപ്രദമായ സാഹചര്യം ഒരുങ്ങും. ലോണോ അതുപോലെ കിട്ടാതെ വിഷമിച്ച് നിൽക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി വന്നു ചേരും. അല്ലാതെ പൈസ വല്ലതും കിട്ടാതിരിക്കുന്നവർക്ക്, സാമ്പത്തിക ബ്ലോക്ക് വന്നിരിക്കുന്നവർക്ക് ആ സമ്പത്തിന് വേണ്ടി പരിശ്രമിക്കുക. നിങ്ങളിപ്പോൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള പുരോഗതിക്കും കുടുംബത്തിനകത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ് കർക്കിടക രാശിക്കാർക്കെന്നറിയുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ഇതുപോലെ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കും. ഇത് നിങ്ങൾക്ക് യഥാസമയത്ത് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ അതാത് സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ല സമയം നിൽക്കുന്നവർ ആ സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കട്ടെ. അവർക്കും കൂടി നല്ലത് കിട്ടിയിട്ട് സുഹൃത്തുക്കൾക്കോ മറ്റ് ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കർക്കിടക രാശിക്കാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് കിട്ടാനുള്ള ഫലം എല്ലാം സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.